പള്ളിയിൽ പോകാതെ സിനിമാ തിയേറ്ററിൽ പോവുകയും അതിനോട് അനുബന്ധിച്ച രസകരമായ ഒരു അനുഭവം. കോളേജ് ആദ്യം ഞാൻ തിരുവനന്തപുരത്ത് അച്ഛനാണ്. എൻ്റെ കൂടെ രമേശ് പഠിച്ച ആളാണ് ബെനഡിക്റ്റ് തിരുമേനി എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ അന്ന് അദ്ദേഹം കോളേജ് പ്രിൻസിപ്പലാണ്. പിള്ളേർ രാവിലെ ചെന്ന് പറയും, അച്ഛാ ഞങ്ങൾക്ക് പള്ളിയിൽ പോകണം, 8 മണിയാകുമ്പോൾ പോകണം. അവർ പള്ളിയിൽ നിന്ന് ഇറങ്ങി തിയേറ്ററിൽ. അന്ന് രാവിലെ ഒരു ഷോ സൺഡേയിൽ. ഇത് അദ്ദേഹം അറിഞ്ഞു. അദ്ദേഹം എന്ത് ചെയ്തു, രാവിലെ അവരെ പോലെ തിയേറ്ററിൽ കയറി ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പിള്ളേർ കയറി വന്നവർ കണ്ടു. അങ്ങനെ ഈ പുറകിലൊരു മൂലയ്ക്കായി. അപ്പോൾ അവർ ചെന്ന് ഇടാ പ്രിൻസിപ്പാൾ അവിടെ ഇരിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം അച്ഛൻ ഇത് കഴിഞ്ഞപ്പോൾ എല്ലാത്തിനെയും തൂത്തുകൂട്ടി എന്നോട് കൊണ്ടുവന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞു, ഇവർ രാവിലെ പള്ളി വന്ന് അവർക്ക് പള്ളി ഏതാണെന്ന് അറിയാൻ വയ്യ, എവിടെയാണെന്ന് അറിയാൻ വയ്യ. അതുകൊണ്ട് ആൾ കയറുന്ന കണ്ടപ്പോൾ അവർ വിചാരിച്ചു ഇത് പള്ളി ആയിരിക്കും അവിടെ. അപ്പം ഞാൻ അവരെ പള്ളി കാണിക്കാൻ കൊണ്ടുവന്നതാണ്. തിരുമേനിക്ക് ഏകദേശം 30 വയസ്സുള്ളപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയത്. 30 ആയില്ല. ശരി, ഏകദേശം 20കളുടെ അവസാനം അല്ലേ? അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സ്മരണ, ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്? കാര്യം ഇത്രയും വർഷം മുമ്പ് അങ്ങനെ എല്ലാം കണ്ടതാണ്, സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഓർമ്മയൊക്കെ ഉണ്ടോ? സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്വാതന്ത്ര്യം കിട്ടുന്നത് 1947 കുറിച്ചും? അതെ, ഞാൻ അച്ഛനായി തിരുവനന്തപുരത്ത് മാർത്തോമാ പള്ളിയില്ല, അതിൻ്റെ പഠിക്കക്കൂടായി നെഹ്റുവും ഒക്കെ പ്ലെയിനെ വന്നേച്ച് ഗവൺമെൻറ് ഹൗസിൽ പോകുന്നതിൻ്റെ പഠിക്കക്കൂടാണ്. അപ്പോൾ അദ്ദേഹം പോകുമ്പോൾ നമ്മളിങ്ങനെ കയ്യൊക്കെ കാണിക്കും, അദ്ദേഹവും കാണിക്കും. അപ്പം ഞാൻ പറയും, നെഹ്റു എന്നെ കണ്ട് കയ്യൊക്കെ കാണിച്ചു. ഈ അങ്ങനെയൊക്കെ ഒരുപാട് നമ്മുടെ കേരളത്തിലെ ഒരുപാട് നമ്മുടെ നായകരെയൊക്കെ അറിയാമല്ലോ, മുഖ്യമന്ത്രിമാരെയൊക്കെ. അവരിൽ ഇഷ്ടപ്പെട്ട ആൾക്കാരോ അങ്ങനെ ആരെങ്കിലും? ഞാനങ്ങനെ ആരെയും പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ടില്ല കേട്ടാൻ്റെ കാര്യം. അങ്ങനെ ആരെയും അങ്ങനെ ഇല്ല എനിക്കങ്ങനെ. എൻ്റെ അമ്മയൊക്കെ നല്ല സ്നേഹമൊക്കെ ആയിരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പെണ്ണുകെട്ടണമെന്നൊന്നുമില്ല. എൻ്റെ സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ കല്യാണം കഴിച്ചത്. അങ്ങനെയൊക്കെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് പ്രണയമോ അങ്ങനെ കല്യാണം കഴിക്കണമെന്നോ? അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല, കഴിക്കരുതൊന്നുമില്ല. ഞാൻ എന്നോട് പിള്ളേർ ചോദിക്കും എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കുക? ഞാൻ പെൺകുട്ടികളുടെ അഹങ്കാരം കൊണ്ട് അവർക്ക് എൻ്റെ സൗന്ദര്യം പിടിച്ചില്ല, ഒത്തില്ല. അവർ പെട്ടെന്നല്ല കേട്ടാനോ. അങ്ങനെ ഇത്രയും കാലത്തെ ഒരു അനുഭവത്തിൽ ഒരു 50 വർഷം മുമ്പത്തെ ഒരു ക്രിസ്മസ് ഓർമ്മ പങ്കുവയ്ക്കാം. ഞങ്ങൾ സന്ധ്യ ആകുമ്പം, ആദ്യകാലത്ത് സന്ധ്യ ആകുമ്പം ഞങ്ങൾ ക്രിസ്മസ് പാട്ടും തമ്പാറും അങ്ങനെയൊക്കെ ആയിട്ട് പാടിയേ പോകും. അന്നേരം വേദപുസ്തകത്തിൽ വാക്യമൊക്കെ ചോദിച്ചു. അപ്പോൾ ഓരോ വീട്ടുകാരും ഞങ്ങളെ വിളിച്ച് കയറ്റും. കയറ്റി ഞങ്ങളവിടെ ഉറപ്പാതെ വിളിച്ച് പാടാൻ പോകും. അത് കഴിഞ്ഞ് ഇച്ചിരി കപ്പ പുഴുങ്ങി സംബന്ധിയൊക്കെ ആയിട്ട് തരും. അതപ്പോൾ കുറച്ചായപ്പം ഈ പോകുന്ന വീട്ടിലെല്ലാം കപ്പയും തന്നാൽ എങ്ങനെയെല്ലാം കഴിക്കുന്നത്. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഓരോ വീട്ടിൽ വെക്കാം, ബാക്കിയുള്ളതെല്ലാം കാശായിട്ടിങ്ങത അല്ലെ കപ്പയായിട്ടിങ്ങത കൊണ്ടുപോകാനല്ലേ. അപ്പം കൊണ്ടുപോയി ഞങ്ങൾ ഓരോ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി പുഴുങ്ങി കഴിച്ചോളാം. പാടുമായിരുന്നു? പാടുമോ? വലിയ പാട്ടില്ല, കാര്യം അവിടുത്തെ പശുക്കളെയൊക്കെ പേടിച്ച് ഞാൻ പാടത്തില്ല. എന്നിട്ട് അങ്ങനെ വന്നു. അപ്പോൾ അവിടെ ഒരു വലിയ പണക്കാരനൊരു വലിയ സ്ത്രീയുണ്ട്. അയാൾ പറഞ്ഞു, 9 മണിക്ക് മുമ്പ് നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നോളൂ, 9 ആകുമ്പോൾ ഞാൻ ഉറങ്ങും, പിന്നെ എന്നെ ഉപദ്രവിക്കരുത്, വന്നാൽ ഞാൻ എഴുന്നേൽക്കില്ല. അന്നേരം ഞങ്ങൾ ഇവിടെ 9 മണിയായോ 8 മണിയായോ എങ്ങനെ അറിയുന്ന വാച്ച് എവിടെ ഉണ്ട്? അതില്ല. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് മണി 9 ഇയാൾ കടന്നു. ഞങ്ങൾ തട്ടി പുട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഇയാൾ കനക്കമില്ല. അന്നീ ലൈറ്റ് ഇല്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ ലൈറ്റ് ഇടുകയൊന്നുമല്ല. ഞങ്ങളാകുന്ന ഉടനെ പറഞ്ഞു, അയ്യോ അയാളങ്ങ് പോയല്ലോ, വൈകി വല്ല ആശുപത്രിയിൽ സുഖങ്ങളായിട്ട് പോയതായിരിക്കും.
അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു കൊച്ചൻ പ്രാർത്ഥിക്കും, നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ പ്രാർത്ഥിച്ച് കർത്താവ് ഇത്രയും നല്ലൊരു വീടൊക്കെ പണ്ട് അതിൻ്റെ ഉടമസ്ഥൻ ചത്തുപോയല്ലോ, ഇപ്പോൾ ആരും അവിടെ താമസിക്കാനില്ല, വരുന്ന ആണ്ട് ക്രിസ്മസ് ആകുമ്പോൾ ആണുങ്ങൾ ആരെങ്കിലും ഇവിടെ താമസിക്കാൻ നീ കൃപ ചെയ്യണമേ. അപ്പോഴത്തേക്ക് അവൻ ചാടി എഴുന്നേറ്റു. അവൻ്റെ അച്ചായം ഇവിടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ വിചാരിച്ചല്ലേ അച്ചായം ചത്തുപോയി എന്നൊക്കെ പറഞ്ഞു.